ചിലർക്കൊരു തോന്നലുണ്ടാവും, എന്ത് ഉസ്താദിൻ്റെ എല്ലാം പ്രഭാഷണം ചിലതെല്ലാം ഹൃദയത്തിലേക്ക് ഇങ്ങനെ തുളഞ്ഞ് കയറുക എന്നെല്ലാം പറയുന്നേക്കും ചില ആൾ, ആണിയാറ്റം പോലെ. എന്നിട്ടിപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്, ഞാൻ ചില പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ കരഞ്ഞു നോക്കുന്നുണ്ട്. ഈ കരഞ്ഞു പോകുന്ന മനുഷ്യനുണ്ടല്ലോ, കസറത്തുൽ മാസി, കുറേ തെറ്റുള്ള ആളാണെങ്കിൽ നരകത്തിൽ തന്നെ പോകാമെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു ഇഹിയയിൽ പറയുന്നുണ്ട്. നമുക്കൊരു തോന്നലുണ്ടാവും, എനിക്ക് ഇന്ന പ്രഭാഷണം കേൾക്കുമ്പോൾ മദീനയിലെത്തണം എന്ന് തോന്നുന്നുണ്ട്, കരച്ചിൽ വരുന്നുണ്ട്, അല്ലുണ്ട്. പക്ഷെ എൻ്റെ തെറ്റുണ്ടാ, അത് നരകത്തിലേക്കുള്ള വസീലയാണ്. തെറ്റൊഴിവാക്കുമ്പോഴാണ് സ്വർഗം കിട്ടുക. ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാവേണ്ടത് തെറ്റുകുറ്റങ്ങളാണ്. ഒരു ഗീബത്ത് പറയാൻ നമുക്കൊരു മീറ്റിങ്ങിലോ കൺവെൻഷനിലോ ചാൻസ് കിട്ടി, 100 ഹജ്ജും ഉംറയും ചെയ്തതിനേക്കാൾ കൂലിയാണ് ആ ഗീബത്ത് ഒഴിവാവൽ, ആ ഒഴിവാക്കൽ. മുണ്ടണ്ട നമുക്കറിയാം കാര്യം ഉണ്ടെണ്ണം, ഇവർക്ക് 100 കണക്കിന് ഹജ്ജിൻ്റെ കൂലി കിട്ടും. ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും, ഇത് എക്സാജറേഷനാണ്, അത് ഉസ്താദിൻ്റെ വക കുറച്ചുകൂടി. ഇതുവരെ ഉസ്താദ് പറഞ്ഞത് നമ്മൾ അംഗീകരിക്കും, അത്ര എല്ലാം കിട്ടോ. നമ്മൾ ഗ്രൂപ്പിൽ കാര്യമായിട്ട് 4.5 ലക്ഷം കൊടുത്തിട്ട് ഹജ്ജിന് പോവുക, ഇയാൾ അത് 100 അത് കിട്ടുമോ അല്ല, ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. തർക്കു ഹറാമിൻ വാഹിദിൻ ഖൈറുൽ ലക മിൻ അൽഫി ഹജ്ജത്തിൻ വ ഉംറ. ഇമാം ഷഅറാനി റഹിമഹുല്ലാഹ് തംബീഹുൽ മുഖ്തരീൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ അൽ ഫവായിദുൽ മുഖ്താർ എന്ന കിതാബിൽ ഉണ്ട്. തെറ്റൊഴിവാക്കുമ്പോഴാണ് ഒരാൾ വിജയിക്കുക. പുതിയ കാലവും പഴയ കാലവും തമ്മിലുള്ള അന്തരം എന്താണെന്നറിയോ? പുതിയ കാലത്ത് ഇബാദത്ത് കൂടുതലാണെന്ന എൻ്റെ വിനീതമായ അഭിപ്രായം. പള്ളി പണ്ടാണോ അധികം, ഇപ്പോഴാണോ? ഇപ്പോൾ നിസ്കരിക്കുന്നവരോ ഇപ്പോഴധികം, നോമ്പോക്കുന്നവരോ ചില പെണ്ണുങ്ങന്മാർക്കല്ലേ എപ്പം നോമ്പന്നെ. എന്തേ വനിതാ ക്ലാസ്സിൽ ഉസ്താദ് പറഞ്ഞതിന് പണ്ടാ പറയുന്നത്, ഇപ്പോൾ ഓൺലൈനിലും കിട്ടും. മജ്ലിസ് കൊണ്ട് തടഞ്ഞ് വീഴലിന്ന് ഓൺലൈൻ മജ്ലിസ് എന്ന് പറയാം. എത്ര ഉണ്ട് ഭർത്താക്കന്മാർ തളർന്നിട്ട് ഫാത്തിമ കുറച്ച് ചൂടുവെള്ളം നോക്കി, ഞാൻ മദീനയിലേക്കുള്ള പാതയിലാന്നുള്ള മജ്ലിസിലുള്ളവർ, ചൂടുവെള്ളമൊന്നും കിട്ടൂല, ഒരു രക്ഷയില്ല. നമ്മൾക്ക് ഭയങ്കര ദിക്റുണ്ട്, സ്വലാത്തുണ്ട്, ഇബാദത്തുണ്ട്. പക്ഷേ പുതിയ കാലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെറ്റ് കൂടുതലാണ്. സജീവ സാന്നിധ്യമുള്ള പ്രവർത്തകൻ വീടിൻ്റെ അകത്തെത്തിയിട്ട് അവൻ്റെ ഫോൺ എടുത്തിട്ട് അവൻ കാണുന്നത് ഹറാമാവുന്ന കാലം. മോനെ, നമ്മൾ ഭയപ്പെടണം. എന്ത് ഭയപ്പെടണം? ജീവിതത്തിൽ എന്താണോ നമ്മൾ കൂടുതൽ ചെയ്തത് അത് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും വഫാത്ത്, മരണം ഉണ്ടാവുക. എൻ്റെ ജില്ല കണ്ണൂർ ഡിവിഷൻ തളിപ്പറമ്പ്, അവിടെ നെരിക്കോട് എന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട്. അവിടെ മറവിട്ട് കിടക്കുന്ന നെരിക്കോട് ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന നെരിക്കോട് മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹ്, നമ്മുടെ ഉലമാ മുഴുവനും അംഗീകരിച്ച അതിശ്രേഷ്ഠരായ പണ്ഡിതർ, നമ്മുടെ സമസ്തയുടെ കിടയറ്റ ആലിമീങ്ങളായ കൻസുൽ ഉലമ ശൈഖുനാ ഉസ്താദും നൂറുൽ ഉലമ എന്ന അതിദൈക്ഷണികരായ പണ്ഡിത ശ്രേഷ്ഠരും ആ മഹാനവറുകളുടെ അടുത്ത് പലപ്പോഴായി വരാറുണ്ട്, പരിപാടികളിൽ സംബന്ധിക്കാറുണ്ട്. ആ നെരിക്കോട് ഉസ്താദ് വഫാത്താവുന്ന രൂപമെങ്ങാനും നമ്മൾ കണ്ടാൽ, റമദാനിൽ പള്ളിയിൽ ജലാലിയ റാത്തീബിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്കിടയിൽ മഹാനവറുകൾ വഫാത്താവുകയാണ്. പള്ളിയിൽ റമദാനിൽ ഈത്തികാഫിലായി മുഅ്മിനീങ്ങൾക്കിടയിൽ. അതിലേറ്റവും അത്ഭുതം കൻസുൽ ഉലമ ശൈഖുനാ ചിത്താരി ഉസ്താദ് പറഞ്ഞു ഓർക്കുകയാണ്, എല്ലാവരും മരിക്കുന്ന ആൾക്ക് ദിക്ർ എല്ലി കൊടുക്കല, ഇത് ഈ മഹാൻ ബാക്കിയുള്ള ആൾക്ക് ദിക്ർ എല്ലി കൊടുത്തിട്ട് രാജാവിനെ പോലെ ഖബറിലേക്ക് പോകുകയാണ്. എന്തേ കാരണം? കുറേ ദിക്ർ ജീവിതത്തിൽ അങ്ങ് ചൊല്ലിയപ്പോൾ അവർക്ക് അല്ലാഹു ബെസ്റ്റ് ഓഫർ സമ്മാനമായി നൽകി. അതാണ് കാര്യം. നമ്മുടെ ജില്ലയിൽ തന്നെ ഡിഗ്രി പഠിക്കുന്ന ഒരു പയ്യൻ, ആ പയ്യന്റെ ഉമ്മയുടെ ഉപ്പ ലത്തീഫ് ബിരുദമുള്ള ഒരു ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോളെ കുട്ടി അല്പം പ്രയാസത്തിലാണ്, ഉസ്താദ് ഒന്ന് വന്ന് മന്ദിരിച്ചു തരണം. ഓക്കെ, പോയി മന്ദിരിക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ടത് ആ കുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനെ നുരപത ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുകയാണ്. മരണത്തിന്റെ വെപ്രാളത്തിലാണെന്ന് ഉസ്താദിന് മനസ്സിലായി. നല്ല മരണമാണെങ്കിൽ നെറ്റിയിൽ നിന്ന് വിയർപ്പ് വരും, അത് AC ഇട്ടാലും ചിലപ്പം വരും. അല്ലെങ്കിൽ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം ഒഴുകാൻ മുട്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ടാകും. മൂക്കിൻ്റെ ദ്വാരം വീർത്തു വരലൊക്കെ നല്ല മരണമാണ്, അതിൻ്റെ അടയാളങ്ങളാണ്. അല്ലാഹുവേ, നമ്മളെല്ലാം ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. ഈ ചെറുപ്പക്കാരൻ്റെ മരണവെപ്രാളം ഉസ്താദിന് മനസ്സിലായി. മരിച്ചു എന്ന് ഉറപ്പിച്ചതിന് ശേഷം ഡ്രസ്സ് മാറ്റിക്കൊടുത്തപ്പോൾ വെളുത്ത തൊലിയുള്ള പയ്യൻ്റെ കറുത്ത ചെവിയുടെ അടുത്ത് കറുത്ത വരകളാണ്. എന്താണത്? പറിച്ചു നോക്കുമ്പോൾ ഇയർഫോണാണ്. പുതിയ കാലത്തെ ബ്ലൂടൂത്ത് അല്ല,
ആ വയറുള്ള ഇയർഫോൺ അതൊരാൾ വെച്ച് നോക്കിയപ്പോൾ മ്യൂസിക് സിനിമ പാട്ട, ഇവൻ ഓഫായിട്ടും പാട്ട് ഓഫായില്ല. ജീവിതത്തിൽ എന്താണോ മക്കളെ നമ്മൾ ചെയ്തത് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മരണം സംഭവിക്കുക. കാമുകനും കാമുകനും കൂടി യാത്ര ചെയ്യുമ്പോൾ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടത് കേട്ടില്ലേ നിങ്ങൾ? ഭർത്താവ് പോയ സമയത്ത് കാമുകനെ വിളിച്ചു വരുത്തി വൃത്തികേട് ചെയ്യാനൊരുങ്ങുമ്പോൾ ബെഡിൽ കിടന്നെടുത്ത് സൈലൻ്റ് അറ്റാക്കായി മരണപ്പെട്ടവരില്ലേ?